പുസ്തകം 3:23 അവിടെ അരുളി ചെയ്യുന്നുണ്ട്, ഒരേ പ്രഭാതവും പുതിയതാണ്. ഇന്നത്തെ ദുഃഖം, ഇന്നത്തെ സന്തോഷം, നാളത്തേക്കത് വേണ്ട. അടുത്ത സെക്കൻഡ് നമ്മളുടേതല്ല. ദൈവമാണ് തീരുമാനിക്കുന്നത് നമ്മൾ എന്താകണം, എങ്ങനെയായിരിക്കണം, ഏതവസ്ഥയിലാകണമെന്നെല്ലാം ദൈവമാണ് തീരുമാനിക്കുക. സുഭാഷിതം 16:1 പറയുന്നുണ്ട്, മനുഷ്യൻ പദ്ധതികൾ വിഭാജനം ചെയ്യുന്നു, അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. നമ്മുടെ എല്ലാ തീരുമാനങ്ങളും പദ്ധതികളും പ്ലാനും എല്ലാം പൊളിഞ്ഞു തകരുന്നതും നശിക്കുന്നതുമെല്ലാം ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ജെറമ്യാ 29:11 പറയുന്നത് തന്നെയാണ്, ഇതിനെക്കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട്, അതിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, അതെനിക്ക് ശുഭമായ ഭാവിക്കും പ്രത്യാശയ്ക്കുള്ള പദ്ധതിയാണ്. നമ്മൾ തന്നെ പദ്ധതികൾ തീരുമാനിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പരാജയം അടഞ്ഞ് തകർച്ചയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക. എന്നാൽ നിന്റെ സൃഷ്ടാവായ ദൈവത്തെയാണ് നീ ആദ്യം അന്വേഷിക്കേണ്ടത്. ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, നീ എനിക്ക് വഴി പറഞ്ഞു തരണമെന്ന് ആദ്യം തന്നെ നമ്മുടെ ദൈവത്തോട് ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടതിന് പകരം നമ്മുടെ വഴി മുട്ടിക്കഴിയുമ്പോഴാണ് ദൈവത്തോട് ആലോചന ചോദിക്കാൻ തയ്യാറാകുക. നമ്മുടെ തന്നെ പ്രശ്നങ്ങളാണ് നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുന്നത്. ദൈവവചനം ആദരിക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ നമ്മളെ തന്നെ തിരിച്ചറിയാനായിട്ട് തയ്യാറാകാതെ നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്രമാത്രം കയ്പ് നിറഞ്ഞതും ക്രൂരവുമാണെന്ന് നീ അനുഭവിച്ചറിയുമെന്ന് കർത്താവ് പറയുമ്പോൾ, ദൈവത്തെ ഉപേക്ഷിച്ച് എല്ലാം ഒന്നാണെന്ന് പറഞ്ഞ് കണ്ടതിന്റെ പുറകിനെല്ലാം പോകുമ്പോൾ വൻ പരാജയത്തിലാണ് നമ്മൾ ഇന്ന് എത്തുക. ഏശയ്യാ 59:2 അവിടെ നമ്മളോട് പറയുന്നുണ്ട്, രക്ഷിക്കാനാകാത്ത വിധം എന്റെ കരം കുറുകിപ്പോയില്ല, കേൾക്കാനാകാത്ത വിധം എന്റെ കാതിന് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകത്യമാണ് എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. നമ്മളുടെ അകൃത്യമാണ് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു കിടക്കുന്നത്. യോഹന്നാൻ 15:5 പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവത്തെ കൂടാതെ മനുഷ്യന് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. നമ്മള് പുറകിൽ നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക, സംസാരിക്കാൻ ശ്രദ്ധിക്കുക. യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്നവന് കൊലപാതകയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. ആരോടെങ്കിലും വെറുപ്പോ വിരോധമൊക്കെ നമ്മൾ വെച്ച് പുലർത്തുമ്പോൾ ഒരുപാട് തകർച്ചയിലേക്കാണ് നമ്മൾ എത്തുക. വെറുപ്പാണ് എല്ലാ നാശത്തിന്റെയും കാരണം. ഒരുപാട് രോഗങ്ങൾ അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് 95% രോഗങ്ങളും ആന്തരിക മുറിവിൽ നിന്നാണ് സംഭവിക്കുക. നമ്മൾ തന്നെയാണ് നമ്മൾക്ക് രോഗത്തിന് കാരണമായി തീരുക. റോമ 8:31 പറയുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? രോഗമോ പീഡനമോ തകർച്ചയോ യാതൊന്നും ഉണ്ടാകാനായിട്ടൊന്നും അനുവദിക്കാറില്ല. സങ്കീർത്തനം 81-ാം 5, 6, 7 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ തരാം, നിന്റെ തോളിൽ നിന്ന് ഭാരം ഞാൻ ഇറക്കി വെക്കും, കൊട്ടയിൽ നിന്ന് ഞാൻ നിന്റെ പിടി പിടിയിക്കും. കരങ്ങളുയർത്തി അധരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കുമ്പോൾ സ്തുതികളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, സ്തുതികളിലേക്ക് ഇറങ്ങി വരുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധൻ,
സ്തുതിപ്പ് എവിടെയുണ്ടോ അവിടെ സ്വർഗം ഇറങ്ങി വരും. സ്തുതിക്കാനായിട്ട് മടിയുള്ള മക്കൾക്ക് ഒരു പ്രശ്നത്തിൽ നിന്നും പരിഹാരം ഉണ്ടാകാൻ സാധ്യമല്ല. കരങ്ങളുയർത്തി അധരം തുറന്ന് ഹൃദയം തുറന്ന് ശക്തമായ രീതിയിൽ നമ്മൾ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കടന്നു വരികയും അന്ധകാര ശക്തി വിട്ടുമാറുകയും അനേക രോഗങ്ങളും പീഡകളും എല്ലാം ആ സ്തുതിപ്പിലൂടെ വിട്ടുമാറുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ശക്തമായ രോഗങ്ങളൊക്കെ, ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളൊക്കെ ശക്തമായ സ്തുതിപ്പിലൂടെ പൂർണ്ണ വിടുതൽ പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏത് രോഗവുമായിക്കൊള്ളട്ടെ മനസ്സാക്ഷിയോടുകൂടി സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ വലിയ മാറ്റങ്ങളിലേക്കാണ് കിടന്നത്. അപ്പൊ നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. ഏതെങ്കിലും രീതിയിൽ ആരെയെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ നമ്മളെ വേദനിപ്പിക്കാനായിട്ട് കാരണമായെങ്കിൽ ദൈവനാമത്തിൽ എല്ലാവരും ക്ഷമ ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. എന്റെ പിതാവിന്റെയും പിതാവിനെ വരെ വാക്കുകൊണ്ടോ പ്രവൃത്തിയുണ്ടോ വിൽപ്പന്നാലോ വരൂ വരൂ